സിനിമാക്കാർ പറയും ലഹരിയാണ് ഇതിന് കാരണമെന്ന്, ലഹരി വിൽക്കുന്നവർ പറയും സിനിമയാണ് ഇതിന് കാരണമെന്ന്. ഉറപ്പായിട്ടും സിനിമയൊക്കെ മനുഷ്യനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ സിനിമ ഒരു കലാരൂപമായി ഇത്രയും തലമുറകളോളം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് സിനിമ സ്വാധീനിക്കുന്നതുകൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ ഞാനിത് പറയുന്നത് കേൾക്കുമ്പോൾ ഈ വീഡിയോയുടെ താഴെ ഒരുപാട് പേര് എന്നെ ചീത്ത പറഞ്ഞു നിൽക്കാം. എങ്കിലും ഞാൻ പറയാം, ഒരു ജുഡീഷ്യറിക്കും ഒരു പോലീസിങ്ങിനും ഒരു ഗവൺമെന്റിനും ഒരു സിസ്റ്റത്തിനും ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ അതിലും ഫലപ്രദമായിട്ട് അപ്പനും അമ്മയ്ക്കും ഈ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം ഇന്നത്തെ തലമുറ ജീവിക്കുന്നത് ലാഭം മാത്രം മുന്നിൽ കണ്ട് നിർമ്മിക്കപ്പെടുന്ന സിനിമകളുടെയോ അല്ലെങ്കിൽ ലഹരിയുടെ കാലത്ത് മാത്രമല്ല, മാസ് എന്ന പേരിൽ ഏത് തന്തയില്ലാത്തരവും പോക്കൃത്തരവും മാസാക്കി പോർട്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ കൂടിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു സോഷ്യൽ മീഡിയ വീഡിയോയിൽ എന്തോ ഒരു കാര്യം കുട്ടികളോട് അരുത് അരുത് എന്ന് പറയുന്ന അധ്യാപകനെ അത് അദ്ദേഹത്തിന് മുന്നിൽ വെച്ച് തന്നെ അത് വീണ്ടും വീണ്ടും പുള്ളിനെ അവഗണിച്ചുകൊണ്ട് ചെയ്തിട്ട് അതൊരു മാസ് റീൽസ് ആക്കി ആ അധ്യാപകന് നേരെ ഒരുപാട് മോശം കമന്റുകൾ വരുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. എനിക്ക് മനസ്സിലാവുന്നില്ല, കുട്ടികളുടെ കൂടെ ഡാൻസ് കളിച്ച് അവരോട് തിരിച്ചുല്ലസിച്ച് നടത്തുന്നത് മാത്രമല്ല അധ്യാപനം, അവരെ ശിക്ഷണത്തിന് വളർത്തുന്നതും അധ്യാപനത്തിന്റെ ഭാഗമാണ്. അങ്ങനെയുള്ളവർ നല്ല അധ്യാപകരാണ്, അവരെ നമ്മൾ തെറി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രായത്തിന്റെ പക്വതയില്ലായ്മയാണെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ ഈ പോക്കൃതം പ്രോത്സാഹിപ്പിക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയല്ല. ആവശ്യത്തിൽ കൂടുതൽ പണവും ആവശ്യത്തിൽ കൂടുതൽ പ്രൈവസിയും പിള്ളേർക്ക് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. 3 കുട്ടികളുണ്ടെങ്കിൽ 3 പേർക്ക് 3 ബെഡ്റൂമിന്റെ ആവശ്യമില്ല. ഇവർ രാവിലെ ആരെയൊക്കെ കാണുന്നു, ആരൊക്കെയാണ് ഇവരുടെ സുഹൃത്തുക്കൾ, എന്തൊക്കെയാണ് ഇവരുടെ ഡെയിലി റുട്ടീൻസ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ മൊബൈലിൽ സെർച്ച് ചെയ്യുന്നത്, ഇതെല്ലാം മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഒരു പോലീസിനും ഒരു ഗവൺമെന്റിനും ഒരു സൊസൈറ്റിക്കും ഒരു ജുഡീഷ്യറിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്തം പ്രാഥമികമായി അത് അപ്പന്റെ അമ്മയുടെ കയ്യിൽ തന്നെയാണ്.